നമസ്കാരം. സ്പെഷ്യൽ റിപ്പോർട്ടിലേക്ക് സ്വാഗതം. കേരളത്തിന്റെ സാമ്പത്തിക ഭദ്രത പൂർണ്ണമായും തകർന്നിരിക്കുന്നുവെന്ന് അടിവരയിടുന്നതാണ് അക്കൗണ്ട് ജനറലിന്റെ കണക്കുകൾ. രണ്ടാം പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും സാമ്പത്തിക അച്ചടക്കമില്ലായ്മയും ചേർന്ന് കേരളത്തെ ഒരു വലിയ കടക്കണിയിലേക്ക് തള്ളിയിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 10,000 കോടി രൂപയിലധികം ധനക്കമ്മി വർദ്ധിച്ചു എന്നത് ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആരോഗ്യ രംഗത്തെ സംബന്ധിച്ചിടത്തോളം ഭയാനകമായ സൂചനയാണ്. കേരളം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു എന്നുള്ളതാണ്. ശമ്പളവും പെൻഷനും നൽകാൻ വേണ്ടി കടം വാങ്ങേണ്ടി വരുന്ന സാഹചര്യം ഒരു കടക്കെണിയിലേക്കാണ് കേരളത്തെ എത്തിച്ചിരിക്കുന്നത്. കേരളം കടന്നുപോകുന്നത് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ്. ശമ്പളവും പെൻഷനും നൽകാൻ പോലും കടമെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒരു വശത്ത് നിൽക്കുമ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ അനാവശ്യ ചെലവുകളും ധൂർത്തും ഈ പ്രതിസന്ധിയെ ആഴത്തിലാക്കുന്നു. സംസ്ഥാനത്തിന്റെ കടബാധ്യത 4 ലക്ഷം കോടി രൂപ കടന്നിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഓരോ ചെലവുകളും പൊതുസമൂഹത്തിന്റെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാവുകയാണ്. കഴിഞ്ഞ 10 വർഷമായിട്ടുള്ള ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം നോക്കുന്ന അവസരത്തിൽ വിദഗ്ധമായ രീതിയിലുള്ളൊരു ധനകാര്യ മാനേജ്മെൻറ്റ് സംവിധാനം അവർക്ക് പിന്തുടരുവാൻ കഴിയാതെ വന്നു. വരവും ചെലവും തമ്മിലുള്ള അന്തരം കൂടിക്കൂടി വരികയും അത് സാമ്പത്തിക അസ്ഥിരതയിലേക്ക് എത്തുകയും അതിപ്പോൾ ആ സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമാകുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിന് പ്രധാന പല കാരണങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതനുസരിച്ച് ചെലവുകൾ ക്രമീകരിക്കുന്നതിനുമുള്ള ഒരു മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഗവൺമെൻറ് കാണിക്കുന്നില്ല. അതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി. ഉദാഹരണത്തിന് 2025-26 ബഡ്ജറ്റ് എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചാൽ ബഡ്ജറ്റിൽ കേരള ഗവൺമെൻറ്റിൻ്റെ തനത് വരുമാനം എന്ന് പറയുന്നത് 1,10,000 കോടി രൂപയാണ്. 1.10 ലക്ഷം കോടി രൂപയാണ്. പക്ഷേ നമ്മുടെ ബഡ്ജറ്റിൽ തന്നെ ചെലവുകൾക്ക് വേണ്ടി 3 പ്രധാനപ്പെട്ട ചെലവുകൾക്ക് വേണ്ടി, 1 ഉദ്യോഗസ്ഥരുടെ ശമ്പളം, 2 സർവീസ് പെൻഷൻ, 3 ഈ വായ്പയും പലിശയും തിരിച്ചടയ്ക്കുന്നതിനുള്ള ഇത് 3 കൂടെ ചേർന്ന് ഏകദേശം 1,05,000 കോടി രൂപ വരും. തനത് വരുമാനം 1.10 കോടി. അതേസമയം ഈ 3 ഇനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് 1.05 കോടി രൂപ. ബാലൻസ് വരുന്നത് അല്ലെങ്കിൽ മിച്ചം വരുന്നത് 5,612 കോടി രൂപ മാത്രമാണ് കേരള ഗവൺമെൻറ് കൈവശമുള്ളത്. ഈ 5,612 കോടി രൂപ കൊണ്ട് കേരള ഗവൺമെൻറ്റിന് എങ്ങനെ ഒരു വർഷം പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ളതിന് അടിസ്ഥാനകരമായ ചോദ്യം. നവംബർ വരെയുള്ള കണക്കുകൾ പ്രകാരം സംസ്ഥാനത്തിന്റെ ധനക്കമ്മി 39,023 കോടി രൂപയാണ്. വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു നടപടിയും എടുക്കാത്ത സർക്കാർ ചെലവ് ചുരുക്കാൻ തയ്യാറാകുന്നുമില്ല. വരുമാനം വെറും 1.87% മാത്രം വർദ്ധിച്ചപ്പോൾ ചെലവ് 10.64% കുതിച്ചുയർന്നിരിക്കുന്നത്. അതായത് ഖജനാവിലേക്ക് 1 രൂപ എത്തുമ്പോൾ സർക്കാർ ചെലവാക്കുന്നത് അതിൻ്റെ 10 ഇരട്ടി. ഈ അധിക ചെലവ് കണ്ടെത്തുന്നത് റിസർവ് ബാങ്കിൽ നിന്ന് വീണ്ടും കടമെടുത്താണ്. വരും തലമുറയെ കടബാധ്യതയിൽ മുക്കിക്കൊല്ലുന്ന ഈ രീതി ആത്മഹത്യാപരം തന്നെ.
കേരള സംസ്ഥാനം ഇപ്പോൾ ധനപ്രതിസന്ധിയിൽ ഉഴലുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ധനപ്രതിസന്ധി? കാരണം ഇതൊരു നോർമൽ ഇയർ ആണ്. നമ്മുടെ കോവിഡ് വർഷം 2019 നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അതുപോലെ ക്ലൈമറ്റിനാണെങ്കിലും കാലാവസ്ഥ വ്യതിയാനം പോലും കാര്യമായിട്ടില്ലാത്ത ഒരു നോർമൽ വർഷം. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര വലിയ ധനപ്രതിസന്ധിയിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്? 3% കടം എടുക്കാവുന്നത്. ആ 3%ത്തിൽപ്പെട്ട് എടുക്കാവുന്ന കടത്തിന് പരിധിയുണ്ട്. കാരണം കിഫ്ബി വഴിയും കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ എടുക്കുന്ന കടം ഈ 3%ത്തിൽ ഉൾപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനം എടുത്തതിന് ശേഷമാണ് ഡിസംബറിന് മുൻപ് എടുക്കാവുന്ന ആകെ കടം 29,529 കോടി എന്ന് തീരുമാനിക്കുന്നത്. അത് സംസ്ഥാനം അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോ കഴിഞ്ഞ മെയ് കഴിഞ്ഞ് ഇപ്പൊ ഇതാ ഡിസംബർ എത്തിയിരിക്കുകയാണ്. നമ്മള് അവസാനം ഉണ്ടായിരുന്ന 2,000 കോടി, അതായത് ഈ 29,529 കോടിയുടെ അവശേഷിക്കുന്ന ഭാഗമായിരുന്ന 2,000 കോടി രൂപ കഴിഞ്ഞ ആഴ്ചയിൽ റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങൾ ഇറക്കി കടമെടുത്തിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ വായ്പാ പരിധി അല്ലെങ്കിൽ അതിനുള്ള അനുമതി ലഭിച്ചില്ല എങ്കിൽ ശമ്പളം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയുന്ന ഒരു അവസ്ഥ കേരളത്തിൽ വന്നുപെടുന്നുണ്ട് എങ്കിൽ കഴിഞ്ഞ 9.5 വർഷത്തെ ഭരണക്കാർക്ക് അതിൽ ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പം ഇവർ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒരു ക്യാമ്പയിൻ നെറേറ്റീവ് എന്ന രൂപത്തിൽ ആളുകളുടെ മുമ്പിൽ പ്രചരിപ്പിക്കാം എങ്കിൽ പോലും അതിന്റെ വസ്തുതകളിലേക്ക് പരിശോധിച്ച് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് അങ്ങനെയല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഉദാഹരണത്തിന് ഇപ്പം GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത്, അപ്പൊ GST കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത കാലയളവിലേക്കുള്ള കാര്യമാണ് എന്ന് ആദ്യം തന്നെ അറിയാമായിരുന്നു. 5 വർഷത്തേക്ക് മാത്രമേ അതുള്ളൂ, അത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാമായിരുന്നു. യഥാർത്ഥത്തിൽ GSTയുടെ ഒക്കെ സമയത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും അതിന്റെ ശക്തനായ വക്താവായി നിന്നിരുന്നത് ശ്രീ തോമസ് ഐസക് പോലെയുള്ള അന്നത്തെ CPM-ന്റെ നേതാക്കന്മാരാണ്. ധനമന്ത്രിയായിരുന്നു അദ്ദേഹം. അപ്പോ അദ്ദേഹം പറഞ്ഞത് ഏറ്റവും ഇന്ത്യയിൽ ഗുണം ചെയ്യാൻ പോകുന്നത് കേരളത്തിനാണ് GST. അപ്പോ അതുകൊണ്ട് തന്നെ കോമ്പൻസേഷന്റെ പോലും ആവശ്യം നമുക്ക് വരില്ല, നമുക്ക് GSTയുടെ വർധനവ് നല്ല രീതിയിൽ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ തുടക്കത്തിൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പൊ പിന്നീട് ഇപ്പൊ വന്നുകൊണ്ട് GST കോമ്പൻസേഷൻ നിന്നുപോയത് കൊണ്ടാണ് ആകെ പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഇവർക്ക് കേന്ദ്രത്തിന്റെ ശരിയായ പ്രശ്നങ്ങൾ കുറെ ഉണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ മൊത്തത്തിൽ കാര്യങ്ങൾ പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നെറേറ്റീവ് ഇവരുണ്ടാക്കുന്നു എന്നുള്ളത് മാത്രമാണ് അപ്പൊ അത് സംബന്ധിച്ച് കാണാൻ സാധിക്കുന്നത്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സമയത്തും കേരളീയം, ലോക കേരള സഭ തുടങ്ങിയ പരിപാടികൾക്കായി കോടിക്കണക്കിന് രൂപയാണ് സർക്കാർ ചെലവാക്കിയത്. സർക്കാർ പടിയിറങ്ങാൻ പോകുന്ന അവസാന മാസങ്ങളിലും ഇതുപോലെയുള്ള വൻ മാമാങ്കങ്ങൾ ഒരുക്കുന്നതിലാണ് പിണറായിയും കൂട്ടരും. അഖില കേരള സഭ നടത്താതെ വികസനമില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ. സാധാരണക്കാർക്ക് നൽകേണ്ട ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിക്കിടക്കുമ്പോൾ ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും മുഖ്യമന്ത്രിയുടെ യാത്രകൾക്കായി മാസം ലക്ഷങ്ങൾ വാടക നൽകി ഹെലികോപ്റ്റർ എടുക്കുന്നു. പുതിയ കാറുകൾ വാങ്ങാൻ പ്രത്യേക ഉത്തരവിറക്കുന്നു. കൂടാതെ GST നടപ്പിലാക്കിയതിനു ശേഷം സംസ്ഥാനത്തിൻ്റെ സ്വന്തം നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ച വളർച്ചയൊന്നും ഉണ്ടായിട്ടില്ല. ലോട്ടറി, മദ്യം എന്നിവയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം വലിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താൻ കേരളത്തിന് കഴിയുന്നുമില്ല. കോടികൾ ചെലവാക്കിയ മന്ത്രിമാരുടെ വിദേശയാത്രകളും അവയുടെ ഫലപ്രാപ്തിയും ചോദ്യം ചെയ്യപ്പെടുന്നു. വലിയ മേളകളുടെയും ആഘോഷ തിമിർപ്പുകളുടെയും ഒരു കാലമാണല്ലോ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെ ഇത്തരത്തിലുള്ള മുഖം മിനുക്കൽ അല്ലെങ്കിൽ പുറമോടി കാണിക്കൽ, PR വർക്കുകൾ, അതിനുവേണ്ടി ഇത്തരത്തിലുള്ള വലിയ മേളകൾ നടത്തുന്നു. അതിൻ്റെ ഒന്നും കണക്കുകൾ യാതൊരു തരത്തിലും യാഥാർത്ഥ്യവുമായിട്ട് നിരക്കാത്തതാണ് അല്ലെങ്കിൽ ചേർന്നു പോകാത്തതാണ്. ഇപ്പോൾ അത് ഓരോ പരിപാടിയുടെയും കാര്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഓരോ കാര്യത്തിലും അത് ഏതെല്ലാം അക്കൗണ്ടുകളിൽ നിന്നാണ് ഫണ്ട് ഇതിനു വേണ്ടി വക മാറ്റുന്നത് ആഘോഷ പരിപാടികൾക്കും ആർഭാട പരിപാടികൾക്കും എന്ന് ആലോചിക്കുമ്പോഴാണ് അതിലെ മനുഷ്യവിരുദ്ധത, ജനവിരുദ്ധത കൂടുതൽ നമുക്ക് ബോധ്യമാകും. ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു ധനകാര്യ മാനേജ്മെന്റ് ഡോക്യുമെന്റാണ്. വരവ് നോക്കുക, ചെലവ് നോക്കുക. ആ ചെലവ് നോക്കുന്ന അവസരത്തിൽ വരവനുസരിച്ച് ചിലവാക്കുക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്. വരവുണ്ടെങ്കിലും
ചെലവ് കൂടുതൽ നടത്തുന്നത് ധൂർത്തുകൾക്ക് വേണ്ടി ഒരുപാട് ചെലവ് നടത്തുന്നുണ്ട്. ആ ധൂർത്ത് ചെലവിൽ നിന്നാണ് ഗവൺമെൻറ് ഓഫിന് മറ്റ് റിട്ടേൺസ് ഒന്നും കിട്ടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിന് പല ഉദാഹരണങ്ങളും ഉണ്ടില്ല എന്ന് പറയുന്നില്ല. അന്നേരം അങ്ങനെ ഒരു നല്ല ധനകാര്യ മാനേജ്മെൻറ്റ് സംവിധാനം ഗവൺമെൻറ്റിന് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ്. അത് ചിലപ്പോൾ രാഷ്ട്രീയ തീരുമാനങ്ങളായിരിക്കും. രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചിലവുകൾ ധൂർത്തുകൾ കാണിക്കേണ്ടതായിട്ട് വരും. പക്ഷേ അതനുസരിച്ച് റവന്യൂ കളക്ഷൻ കൂട്ടാൻ കഴിയും. ഉദാഹരണത്തിന് 2023-24 AGയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരള ഗവൺമെൻറ്റിന് ഏകദേശം 24,463 കോടി രൂപയുടെ റവന്യൂ കുടിശ്ശികയുണ്ടെന്നാണ് പറയുന്നത്, പിരിച്ചെടുത്തിട്ടില്ല. അതിൽ 6 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളത് ഏകദേശം 6,600 കോടി രൂപയോളം വരും. GSTയിൽ നിന്ന് മാത്രം ഏകദേശം 13,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട്, കുടിശ്ശിക കിടക്കുകയാണ്. ഈ 24,400 കോടി രൂപ കുടിശ്ശിക പിരിച്ചെടുത്ത് കഴിഞ്ഞാൽ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെടും. നമുക്ക് റവന്യൂസ് പറ്റി കുറയ്ക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ചെലവുകൾ നേരിടാനും കഴിയും. പക്ഷെ അതിനൊന്നും ശ്രമിക്കാതെ കണ്ടിട്ട് നമ്മൾ വീണ്ടും വീണ്ടും വായ്പയെ ആശ്രയിച്ചുള്ള ഒരു വികസന നയത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ റവന്യൂ ഡെഫിസിറ്റ് കൂടുന്നതും നമ്മുടെ ചെലവുകൾ കൂടുന്നതും ആ ചെലവിൽ തന്നെ ധൂർത്തുകൾ കൂടുതലായി വരുന്നതും എന്നാണ് എൻ്റെ ഒരു വ്യക്തമായ അഭിപ്രായം. അതിനൊക്കെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങളെ പറ്റിക്കാൻ വീണ്ടും വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകുകയാണ് പിണറായി സർക്കാർ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന പ്രഖ്യാപനം കേൾക്കാൻ നല്ലതാണെങ്കിലും അത് നൽകാൻ പണമില്ല എന്നതാണ് വാസ്തവം. നിലവിൽ തന്നെ മാസങ്ങളോളം പെൻഷൻ കുടിശ്ശിക വരുത്തിയ സർക്കാർ വോട്ട് ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ കടമെടുത്ത് ദാനം ചെയ്യൽ രാഷ്ട്രീയ കേരളത്തെ കൂടുതൽ വലിയ പ്രതിസന്ധിയിലേക്കേ നയിക്കൂ. പണം എവിടെയെന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ സർക്കാരിൻ്റെ പക്കൽ ഉത്തരമില്ല. മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമായി നിയമിച്ചിട്ടുള്ള അമിതമായ ഉപദേശകരും പേഴ്സണൽ സ്റ്റാഫും ഖജനാവിന് വലിയ ബാധ്യതയാണ് ഉണ്ടാക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വസതികൾ നവീകരിക്കുന്നതിനും പുതിയ ആഡംബര കാറുകൾ വാങ്ങുന്നതിനുമായി കോടികളാണ് ചെലവാക്കിയത്. ക്ലിഫ് ഹൗസിലെ തൊഴുത്തു നിർമ്മാണം മുതൽ ധൂർത്തിന്റെ പ്രകടമായ ഉദാഹരണങ്ങളാണ്. സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ ഭരണാധികാരികൾ ആഡംബരത്തിൽ മുഴുകുന്നു എന്നത് ജനങ്ങൾക്കറിവുള്ളതാണ്. സംസ്ഥാനം സാമ്പത്തികമായി ശ്വാസം മുട്ടുമ്പോഴും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ധൂർത്തിന് ഒരു കുറവുമില്ല. ആഡംബര യാത്രകൾക്കും വിദേശ പര്യടനങ്ങൾക്കും ഉപദേശക പടയ്ക്കും വേണ്ടി കോടികൾ ഒഴുക്കുന്നു. സാധാരണക്കാരൻ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുമ്പോൾ സപ്ലൈകോ വഴി വില നിയന്ത്രിക്കാനോ KSRTCയെ രക്ഷിക്കാനോ ഒരു മാർഗവും കാണുന്നില്ല. നമ്മുടെ ധനമന്ത്രി പറയുന്നു ഈ ഈ വർഷം ഉണ്ടായ വരുമാന വർധനവ് 1.87% മാത്രമാണ്. അതേ സമയത്ത് ചെലവിലുണ്ടായ വർധനവ് 10.64% എന്ന്. അപ്പോൾ എന്തുകൊണ്ടാണ് ചെലവിൽ ഇത്ര കണ്ട് വർധനവ് ഉണ്ടായത്, വരുമാനം ഇത്ര കണ്ട് കുറഞ്ഞു പോയത്? ചെലവിലുണ്ടായ വർധനവിന്റെ പ്രധാന കാരണം നമുക്ക് ഊഹിക്കാം. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ ഡിക്ലയർ ചെയ്യുന്നതിന് തൊട്ടു മുൻപാണ് 10,000 കോടിയുടെ അതായത് എല്ലാ തരത്തിലുള്ള ക്ഷേമ വിഹിതങ്ങളും, അതായത് പുതിയ ക്ഷേമ പദ്ധതികൾ കൊണ്ടുവന്നു. നേരത്തെ ഇരുന്ന ക്ഷേമ പദ്ധതികൾ വർദ്ധിപ്പിച്ചു. ഉദാഹരണത്തിന് 1,600 രൂപയായിരുന്നു 60 മുകളിലുള്ളവർക്ക് കൊടുത്തിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് 2,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. 62 ലക്ഷം പേർക്ക് അതിന്റെ പ്രയോജനം കിട്ടുന്നു എന്നാണ് ഗവൺമെന്റ് അവകാശപ്പെടുന്നത്.
പിന്നെ അതുകൂടാതെ തന്നെ തൊഴിൽ രഹിതരായ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 1000 രൂപ വീതം കൊടുക്കും. അങ്ങനെ ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. അതുകൂടാതെ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വനിതകൾക്ക് 1000 രൂപ വീതം ഗ്രാന്റ് കൊടുക്കും ഒരു മാസം എന്ന് തീരുമാനിച്ചു. തീർന്നില്ല, കുടുംബശ്രീകൾക്ക് വർക്കിംഗ് ഗ്രാന്റ് ആയിട്ട് 1000 രൂപ വീതം ഓരോ കുടുംബശ്രീക്കും കൊടുക്കും എന്ന് തീരുമാനിച്ചു. ഇങ്ങനെ എല്ലാം കൂടി 10,000 കോടിയുടെ ക്ഷേമ പദ്ധതികളാണ് അന്ന് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തത്. അപ്പോ ആ സമയത്ത് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ കുടിശ്ശികയുണ്ടായിരുന്നു. ആ കുടിശ്ശികകളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷന് മുൻപായിട്ട് കുടിശ്ശികകൾ കൊടുത്തു തീർത്തു. പുതിയ ഓഫറുകൾ അനുസരിച്ചുണ്ടായിരുന്ന അപ്പം ഇതിനൊക്കെ വേണ്ടി വന്നത് 10,000 കോടി കടമെടുക്കുകയാണ്. അങ്ങനെ 29,000 കോടി എന്ന് കേന്ദ്ര ഗവൺമെന്റ് ഇട്ടിരുന്ന അതിൽ നിന്ന് 10,000 കോടി അതിനുവേണ്ടി തന്നെ കടമെടുക്കേണ്ടി വന്നു. എല്ലാം കഴിഞ്ഞ് അവശേഷിച്ച 2,000 കോടിയാണ് ഇപ്പോൾ കടമെടുത്തത്. അപ്പൊ ഈ 10,000 കോടിയുടെ എന്താ പറയുക ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനമാണ് ഇപ്പോഴുണ്ടായ ഈ ധനപ്രതിസന്ധിയുടെ പ്രധാന കാരണം. അതിദരിദ്രരില്ലാത്ത ആളുകളായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസ്ഥാനമായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടിക്കായിട്ട് ഫണ്ട് വകമാറ്റി ചെലവഴിച്ചത് ഇതേ അതിദരിദ്രരായിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിക്കേണ്ട ഷെൽട്ടറുകൾ ഉണ്ടാക്കാൻ വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന തുകയിൽ നിന്നാണ്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ലോക കേരള സഭ കഴിഞ്ഞ ഒരു 5-8 വർഷമായിട്ട് ഈ ലോക കേരള സഭ കൊണ്ട് കേരളത്തിനുണ്ടായ നേട്ടം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഇനിയെങ്കിലും സർക്കാർ ഒരു വൈറ്റ് പേപ്പർ പുറത്തിറക്കണം എന്നുള്ളതാണ്, ഒരു ധവളപത്രം പുറപ്പെടുവിക്കണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഇതുകൊണ്ട് എന്താണ് നേട്ടം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഒരു തരത്തിലും നമ്മൾ പ്രവാസി മലയാളികളായിട്ടുള്ള നമ്മുടെ കുറെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകളുണ്ട്. അവർ സ്വാഭാവികമായിട്ട് അല്ലെങ്കിൽ തന്നെ അവരുമായിട്ടുള്ള ഒരു കോർഡിനേഷന്റെ ഭാഗമായിട്ട് സംസ്ഥാനത്തിന് ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന സഹായങ്ങളല്ലാതെ ഈ ലോക കേരള സഭ എന്ന് പറയുന്ന ആണ്ടുതോറും നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ മാമാങ്കത്തിന്റെ ഭാഗമായി അതിനുവേണ്ടി കോടികൾ ചെലവഴിച്ച് നടത്തുന്ന ഈ PR വർക്കുകളുടെ ഭാഗമായിട്ട് കേരളത്തിനുണ്ടായ നേട്ടം എന്ത് എന്നുള്ള ചോദ്യത്തിന് ഇതുവരെയും സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് ഒരു മറുപടി പറയാൻ സർക്കാരിന് സാധിക്കില്ല. അപ്പൊ അതൊരു യാഥാർത്ഥ്യമായി നിൽക്കുകയാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഈ ടേം കാലാവധി കഴിയാൻ 2-3 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ മുഖ്യമന്ത്രിക്ക് പുതിയ വാഹനം വാങ്ങുന്നു. അതുപോലെയുള്ള ആർഭാട ചെലവുകൾക്ക് ഒരു മടിയും കാണിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഈ അവസാനത്തെ 3 മാസത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ രീതിയിൽ പിൻവാതിൽ നിയമനങ്ങളുടെ നീക്കങ്ങൾ നടക്കുകയാണ്. പിൻവാതിലൂടെ താൽക്കാലികക്കാരായിട്ട് കയറിയ നിരവധി ആളുകളെ വിവിധ വകുപ്പുകളിലും വിവിധ മറ്റ് അനുബന്ധ സ്ഥാപനങ്ങളിലുമായിട്ട് സ്ഥിരപ്പെടുത്താനുള്ള ഫയലുകളാണ് ഇപ്പോൾ സർക്കാരിൽ വലിയ ധൃതി പിടിച്ച് അതിന്റെ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അത് ഫിനാൻസ് വകുപ്പ് പോലും പലതും അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള സംശയമുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഫിനാൻസിന്റെ കൺകറൻസ് ഇല്ലാതെ തന്നെ ഈ താൽക്കാലികക്കാരെ കൂട്ടത്തോടെ സ്ഥിരപ്പെടുത്തുക എന്ന് പറയുന്ന നീക്കത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. കാരണം ഇതൊക്കെ പിൻവാതിലൂടെ വന്ന CPM-ന്റെ പക്ഷപാതികളാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ ബന്ധുക്കൾ അടക്കമുള്ള ആളുകൾ ഇങ്ങനെ പിൻവാതിൽ നിയമനം നേടി താൽക്കാലികക്കാരായിട്ട് നിൽക്കുന്നുണ്ട്. അവരെ മുഴുവൻ ഒറ്റയടിക്ക് സ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു അവസാന സമയം എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുക അതിന്റെ ദീർഘകാല ബാധ്യതകളൊന്നും പരിശോധിക്കാതെ ആ നിലയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തിടുക്ക് പിടിച്ച ഈ രാഷ്ട്രീയ നീക്കം അത് യഥാർത്ഥത്തിൽ കേരളത്തോടുള്ള വെല്ലുവിളിയായി തന്നെ മാറുകയാണ്. എല്ലാ പരാജയങ്ങൾക്കും കേന്ദ്രത്തെ പഴിചാരുന്ന പതിവ് എന്നും ആവർത്തിക്കുകയാണ് കേരളം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട ഗ്രാന്റുകൾ മുടങ്ങാൻ കാരണം സംസ്ഥാന സർക്കാരിന്റെ ഉദാസീനതയാണെന്ന കാര്യം മറച്ചുവെക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാത്തതും കണക്കുകൾ ബോധിപ്പിക്കാത്തതുമാണ് 13,000 കോടി കിട്ടേണ്ടിടത്ത് വെറും 2,000 കോടി മാത്രം ലഭിക്കാൻ കാരണം. GST പിരിച്ചെടുക്കുന്നതിലും ഭൂനികുതി ഈടാക്കുന്നതിലും സംസ്ഥാനം വൻ പരാജയമാണ്. നികുതി പിരിവ് ഊർജിതമാക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് ഈ വീഴ്ചയ്ക്ക് കാരണം. സർക്കാരിൻ്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിനായി പരസ്യങ്ങൾക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നതിനുമായി വൻ തുകയാണ് സർക്കാർ മാറ്റിവെച്ചിരിക്കുന്നത്. നവകേരള യാത്രയിലൂടെ പൊടിച്ചത് കോടികളാണ്. സർക്കാർ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ തന്നെ ഉള്ളപ്പോൾ
പുറത്തുള്ള ഏജൻസികൾക്ക് വൻതുക നൽകുന്നത് ധൂർത്ത് തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിലിടാൻ കഴിയുകയില്ല. അപ്പം അന്നേരം അവരുടെ പരിമിതികളും പരാജയങ്ങളും മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി ഇപ്പം കേന്ദ്ര ഗവൺമെൻറ്റിനെ നിശിതമായിട്ട് വിമർശിക്കുക. കേന്ദ്രം തരുന്നില്ല എന്ന് സ്ഥിരം പല്ലവി പറഞ്ഞുകൊണ്ട് നമ്മളുടെ ചെലവുകൾ ക്രമീകരിക്കാനുള്ള ഒരു ശ്രമം അവർ നടത്തുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൊറോണ കാലത്താണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഏകദേശം അവരുടെ GDP-യുടെ 4.5% വായ്പ എടുക്കാൻ അനുവാദം കൊടുത്തു. അത് പ്രത്യേക സാഹചര്യത്തിലാണ് കൊറോണയുടെ കാലത്ത്. അതവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷത്തേക്ക്. 2 വർഷം കഴിയുന്ന അവസരത്തിൽ 3% കുറയ്ക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 3% കുറച്ചപ്പം വീണ്ടും സംസ്ഥാന ഗവൺമെൻറ് 3.5% ഉയർത്തണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. ഇല്ലയെന്ന് പറയുന്നില്ല, അവർ ഒരിക്കലും ചിലവ് കുറയ്ക്കാൻ. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ്റെ 1600 നിന്ന് 2000 കോടി രൂപയായിട്ട് ഉയർത്തും. 500 രൂപ നല്ല കാര്യം തന്നെയാണ്. 62 ലക്ഷം പേർ തൊഴിലാളികൾ കിട്ടുന്നുണ്ട്. പക്ഷെ അവിടെ സംഭവിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല. അതിന് അവർ ചെയ്തത് നല്ല കോഓപ്പറേറ്റീവ് ബാങ്കുകളുടെ ഒരു കൺസോർഷ്യം ഉണ്ടാക്കി ആ കൺസോർഷ്യത്തിൽ നിന്ന് 2000 കോടി രൂപ വായ്പ എടുത്തിട്ടാണ് ഈ 2000 രൂപ വെച്ച് ഈ ക്രിസ്തുമസിന് തൊട്ട് മുമ്പ് എല്ലാവർക്കും വിതരണം ചെയ്തത്. പക്ഷെ ഇങ്ങനെയുള്ള വരവും ചെലവും കൂട്ടുമുട്ടിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ധനകാര്യ മാനേജ്മെൻറ്റ് നമ്മൾ പിന്തുടരുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള അപാകതകൾ ഉണ്ടാകുന്നതും സാമ്പത്തിക അസ്ഥിരത ഉണ്ടാകുന്നതും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതെ വരുന്നത്. ഒരു ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ 2025-26 നമ്മുടെ സംസ്ഥാന പ്ലാൻ വാർഷിക പദ്ധതി എന്ന് പറയുന്നത് 33,000 കോടിയിൽ മുകളിൽ വരും. ഇപ്പം ഡിസംബർ കഴിയാറായി നമ്മുടെ 1/3 പോലും നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്നു എന്ന സർക്കാർ വാദത്തിൽ സത്യമുണ്ട്. എന്നാൽ ലഭിക്കുന്ന പരിമിതമായ വിഭവങ്ങൾ മിതവ്യയത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ പിണറായി സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് വസ്തുത. കടക്കണിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ അടിയന്തരമായി വേണ്ടത് കടുത്ത സാമ്പത്തിക അച്ചടക്കവും ധൂർത്തുകൾ ഒഴിവാക്കാനുള്ള ആർജവുമാണ്. ജനങ്ങളുടെ നികുതി പണം ആഡംബരങ്ങൾക്കല്ല, മറിച്ച് ജനക്ഷേമത്തിനാണ് ഉപയോഗിക്കേണ്ടത്. വികസനം എന്ന് പറയുന്നത് അവർ പറയുന്നത് ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള ചെറിയ കാര്യങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത്. പക്ഷേ വാർഷിക പദ്ധതി ഈ രീതിയിലേക്ക് ഇപ്പം 1/3 ചിലവഴിച്ചിട്ടുള്ളൂ. അതിനുള്ള മാർഗം എന്താണ്? അതിനുള്ള വിഭവ സമാഹരണം നടത്തുന്നുണ്ടോ? അതിന് 3 മാസം കൊണ്ട് 100% ചിലവഴിക്കാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാതെ ഒന്നുകിൽ കേന്ദ്രം തരുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ ചിലവാക്കുന്നു. അങ്ങനെയുള്ള ഒരു പല്ലവി സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു സുസ്ഥിരമായ വികസനം എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് സംസ്ഥാന ഗവൺമെൻറ് പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കേരളത്തെ ശ്രീലങ്കയ്ക്ക് സമാനമായ സാമ്പത്തിക തകർച്ചയിലേക്കാണ് പിണറായി വിജയൻ നയിക്കുന്നത്. വികസനത്തിൻ്റെ പേരിൽ പുകമറ സൃഷ്ടിച്ച് കടമെടുപ്പ് മാത്രം നയമാക്കിയ ഒരു സർക്കാരിന് കേരളത്തെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല. വരുമാനവും ചെലവും തമ്മിലുള്ള ഈ ഭീമമായ അന്തരം നികത്താൻ അടിയന്തരമായി സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരും. കേരളം കൈവരിച്ച സാമൂഹ്യ നേട്ടങ്ങളെ സംരക്ഷിക്കണമെങ്കിൽ സാമ്പത്തിക അച്ചടക്കം പാലിച്ചേ മതിയാകൂ.